പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വിക്രം രാത്രി വീട്ടിൽ വന്നിട്ടും ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഉറങ്ങുക. ഇത് കണ്ട വേദ വിക്രമിന്റെ അടുത്തേക്ക് പോവുക. അപ്പോഴേക്കും വിക്രം കട്ടിലിരിക്കുന്നുണ്ട്. വേദ ഇത് കണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താ ചോറ് വേണ്ടേ? അല്ലെങ്കിൽ രാത്രിയാവുമ്പോ വരുവല്ലോ ഓടിച്ചാടി. അയ്യോ എനിക്ക് വിശക്കണേന്ന് പറഞ്ഞു. ഇന്ന് എന്ത് പറ്റി? ഉച്ചയ്ക്കും ചോറ് കഴിക്കാൻ വന്നില്ലല്ലോ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നീ എന്തിനാ എന്റെ കാര്യം അന്വേഷിക്കുന്നത്? ഞാൻ കഴിക്കാൻ തോന്നുമ്പോൾ കഴിച്ചോളും. നീ നിന്റെ കാര്യം നോക്കി പോ. നിനക്ക് രാത്രി ഉറക്കൊന്നുമില്ലേ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ ഇങ്ങനെയാണല്ലോ. വിക്രം വന്ന് ചോറ് കഴിച്ചതിന് ശേഷമല്ലേ ഞാൻ ഉറങ്ങാറ്. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുക. എന്താ ഇത്രയും താമസിച്ചത്? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോ താമസിച്ചെന്ന് വരും, ചിലപ്പോ വന്നില്ലെന്ന് വരും. അതൊന്നും നീ അന്വേഷിക്കണ്ട. എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണമെന്നുണ്ട്. നീ മുന്നിൽ നിന്നും ഒന്ന് പോയിത്താ. ഇത് കേട്ട് വേദ പറയുക, നിങ്ങൾക്ക് അച്ഛനോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? ഇത് കേട്ട് വിക്രം പറയുക, എന്റെ അച്ഛനോട് ഞാൻ എന്തിനു ദേഷ്യം കാണിക്കണം? അച്ഛന്റെ സ്വഭാവം അല്ലെങ്കിലും ഇങ്ങനെയാ, അതെനിക്ക് നന്നായി അറിയാം. ഇപ്പോൾ നീ ഒന്ന് പോയി തന്ന അത്രയും ഉപകാരം. മനുഷ്യനിവിടെ കുറുക്കും കൈയൊക്കെ വേദനിച്ച് വയ്യ, ഒന്ന് നടു നിവർത്തണമായിരുന്നു. വേദാളോ ഒന്ന് പോയേ. ഇത് കേട്ട് വേദ പറയുക, ശരിയെന്നാ നിങ്ങൾ ഉറങ്ങിക്കോ. ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുക. വിക്രം കുറച്ചു നേരം ഉറങ്ങാതിരുന്നതിന് ശേഷം കിടക്കുന്നുണ്ട്. സുധാകര മാഷിന് വിക്രം എടുത്തു കൊടുത്ത ഡ്രസ്സ് വലിച്ചെറിഞ്ഞത് വിക്രം പലതവണ ചിന്തിക്കുന്നുണ്ട്. പലതും ആലോചിച്ച് വിക്രം അറിയാതെ ഉറങ്ങുന്നുണ്ട്. രാവിലെ ആയപ്പോഴേക്കും വേദ അടുക്കളയിൽ പോകുമ്പോൾ കമലം പറയുന്നുണ്ട്, മാഷിന്ന് അമ്മയെ കാണാൻ പോകുന്നുണ്ട്, പെട്ടെന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കണം. മോള് വിക്രമിന് ചായ ഒന്ന് കൊണ്ടുകൊടുക്ക്. അപ്പോഴേക്കും മാഷ് കമലത്തെ വിളിക്കുക. കമലം പെട്ടെന്ന് മാഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുക, ഞാൻ ഇറങ്ങുക. അപ്പോഴേക്കും കമലം പറയുന്നുണ്ട്, ഒന്നും കഴിച്ചില്ലല്ലോ, ചായ മാത്രമല്ലേ കുടിച്ചോളൂ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ മാഷേ. ഇത് കേട്ട് സുധാകരൻ മാഷ് പറയുന്നുണ്ട്, വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതിനെ വേസ്റ്റ് ചെയ്യണ്ട, ഞാനെന്നെ ഇറങ്ങുക. അപ്പോഴേക്കും കമലൻ ചോദിക്കുന്നുണ്ട്, ഇത് വിക്രം വാങ്ങി തന്ന ഷർട്ടല്ലേ മാഷേ? മാഷിന് നന്നായി ചേരുന്നുണ്ട്. കേട്ട് മാഷ് പറയുന്നുണ്ട്, താനിത് എല്ലാവരോടും വിളിച്ചു പോവണ്ട, അവന്റെ കാശിന് വാങ്ങിയ ഡ്രസ്സല്ലേ, അതിടുന്നതിൽ എനിക്ക് ഒരു കുറച്ചിലും ഇല്ല. ഇത് കേട്ട് കമലത്തിന് ഒത്തിരി സന്തോഷാവണുണ്ട്. എന്നിട്ട് മാഷ് പോവുക. ഇതെല്ലാം കണ്ടുകൊണ്ട് വേദ ഒരു സൈഡിൽ നിപ്പുണ്ടായിരുന്നു. വേദയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അപ്പോ തോന്നിയിരുന്നു. കമലം വേദയെ കണ്ടതും പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം മോള. വിക്രം കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് മോള് കാരണം മാത്രമാ. അത് ഈ അമ്മയ്ക്ക് അറിയാം. സത്യം പറഞ്ഞ മോളി വീട്ടിന്റെ വിളക്ക. വിക്രമിന്റെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരാൻ ഭഗവാൻ വിക്രമിന് കൊടുത്ത ഭാഗ്യം വേദമോള്. ഇത് കേട്ട് വേദ പറയുക, ഞാൻ എന്റെ കടമയല്ലേ അമ്മ ചെയ്തത്. വിക്രമിനെ മാറ്റിയെടുക്കണമെന്ന് മാഷിനെയും അമ്മയും പോലെ ഞാനും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. വിക്രം ഇനിയും മാറുവമ്മേ, ഇല്ലെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കും. കല്ലുപോലെ ഇരുന്ന മാഷിന്റെ മനസ്സ് ഇപ്പോൾ അലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വിക്രം തന്നെയാ. അപ്പോഴേക്കും കമലം വേദയുടെ കവിൾ സ്നേഹത്തോടെ പിടിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നന്ദിനി വരുക. ഉടനെ പറയുന്നുണ്ട്, ഓ രാവിലെ തുടങ്ങി അമ്മയും ഇവളും തമ്മിൽ സ്നേഹപ്രകടനം. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നു? അതാ ഞാൻ ആലോചിക്കുന്നേ. എല്ലാവരെയും മഴയ്ക്ക് വെച്ചേക്കുമല്ലേ മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ. ഇത് കേട്ട് വേദ നന്ദിനിയെ നോക്കി ചിരിക്കും. അപ്പോഴേക്കും കമല നന്ദിനിയോട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ നന്ദിനി പറയുന്നേ? ഇനേനെ കൊണ്ട് ചായ കൊടുക്ക്, ദേ അവിടെ ഇട്ട് വെച്ചേക്കുന്നു. അപ്പോഴേക്കും വേദ നന്ദിനിയെ നോക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തേക്ക് രാവിലെ എന്താ പ്രശ്നം? ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, നീ തന്നെയാ എന്റെ പ്രശ്നം. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നോളൂല്ലോ. ഇത്രയും പറഞ്ഞിട്ട് ചായയും എടുത്ത് നന്ദിനി പോവുക. വേദ വിക്രമിന് ചായയുമായി വിക്രമിന്റെ മുറിയിൽ പോകുന്നുണ്ട്. വിക്രം നല്ല ഉറക്കവാ. വേദ തട്ടി വിളിക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം ഉണരുന്നുണ്ട്. എന്നിട്ട് ചായ എടുത്ത് വിക്രമിന് നീട്ടുന്നുണ്ട്. വിക്രം വേദയെ നോക്കിയ ശേഷം ആ ചായ വാങ്ങുക. എന്നിട്ട് വേദ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കണ്ട് വിക്രമിന് ദേഷ്യം വരുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് കാണാനാ നിൽക്കുന്നേ? ചായ തന്നില്ലേ, പോ നോക്ക്. നിന്റെ മുഖം അധികം നേരം കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല. ഇത് കേട്ട് വേദ പറയുക, അതിന് ഞാനൊന്നും പറഞ്ഞില്ല എന്നോട് ഇങ്ങനെ ദേഷ്യം തോന്നാൻ. ഇത് കേട്ട് വിക്രം പറയുക, അല്ലെങ്കിൽ തന്നെ നീ പറയുന്നതൊന്നും കേൾക്കാനും എനിക്ക് താല്പര്യമില്ല, നീ ഇവിടെ നിന്ന് പോയിത്താ. ഇത് കേട്ട് വേദ പറയുക, ഇങ്ങനെ ചാടിക്കടിക്കാതെ ഞാൻ പറയുന്നതൊന്ന് സ്വസ്ഥമായി കേൾക്കും. അതേ വിക്രമാദിത്യ, എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇത് കേട്ട് വിക്രം ചോദിക്കും, എന്ത് സന്തോഷ വാർത്ത? ഇത് കേട്ട് വേദ പറയും, അതൊക്കെ പറയാം. ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്ന പറഞ്ഞു തുലക്കി. ഇത് കേട്ട് വേദ പറയുക, ഒത്തിരി പതുക്കെ ചാടിക്കടിക്കാതെ ചോദിക്കണ്ടേ വിക്രമ? ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? എന്നാ പറ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ഇതാണോടി എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം? ഈ ദേഷ്യം കണ്ട് വേദ പറയുക, ഒന്ന് അടങ്ങ് വിക്രമ, ഞാൻ പറയട്ടെ. ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും വേദ പറയുക, നിങ്ങൾ എടുത്തു കൊടുത്ത ഷർട്ടും മുണ്ടും കൊടുത്ത അച്ഛൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇത് കേട്ട് വിക്രമിന് ഭയങ്കര സന്തോഷം തോന്നുക. മുഖമെല്ലാം സന്തോഷം കൊണ്ട് തിളങ്ങുക. വിക്രമിന്റെ ചിരി കണ്ട് വേദയും മനസ്സറിഞ്ഞ് സന്തോഷിക്കുക. അപ്പോഴേക്കും വിക്രം വേദയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, താങ്ക്സ്, യു ആർ ഗ്രേറ്റ്, ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, താങ്ക് യു.
അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ആ ബ്രില്യൻസും കൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട. പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? എന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണ്ടെന്ന്. എന്തായാലും ഈ കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് കേട്ട് വേദ പറയും, നിങ്ങളുടെ നാവിൽ നിന്നും 2-3 നല്ല വാക്ക് കേട്ടല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം. ഞാൻ നിങ്ങളിൽ നിന്നും തീരെ പ്രതീക്ഷിച്ചില്ല. അത്രയും പറയാനുള്ള മനസ്സ് നിങ്ങൾക്ക് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി ഞാൻ നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങളെ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ വിക്രമാദിത്യ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, മതി മതി, പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ, അന്നതുപോലെ തിരിച്ചു പൊക്കോ. ആദ്യം നിന്റെ വാചകോടി. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ശരിയെന്നാ ഞാൻ പൊക്കോളാം. നിങ്ങളെ ചിരിയൊന്ന് കാണാൻ പറ്റിയല്ലോ. നിങ്ങൾക്ക് എന്നും ഇതുപോലെ ചിരിച്ചു നിന്നൂടെ? ആ ചിരി കാണാൻ എന്ത് രസമാ, ഇതെന്തോന്ന് കാണ്ടാമൃഗം പോലെ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പോവാനാ പറഞ്ഞു. ഇപ്പോഴേക്കും വേദ പറയും, ശരിയെന്നാ ഞാൻ പൊക്കോളാം. ഇത്രയും പറഞ്ഞിട്ട് വേദ പോവുക. വിക്രം പുറത്തു പോവാനായിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പോഴേക്കും ശ്രീനിവാസൻ സാറ് വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രം ഫോൺ എടുത്ത് സംസാരിക്കും. അപ്പോഴേക്കും പറയുന്നുണ്ട്, നീ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ വരാം സാർ. ഇത്രയും പറഞ്ഞിട്ട് വിക്രം പെട്ടെന്ന് ബൈക്കിൽ കയറി പോവാൻ നിൽക്കുക. അപ്പോഴേക്കും വേദ പോണുണ്ട്. വേദയെ കണ്ടതും വിക്രം മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് പോവുക. ഇത് കണ്ട വേദ വിക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട്. ശ്രീനിവാസൻ സാറ് വിക്രമിനെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ ചേട്ടൻ എന്നെ വന്ന് കണ്ടിരുന്നു. ഇതിനു മുന്നേയും ഒരു തവണ വന്നിരുന്നു. ഞാനത് തന്നോട് പറയാത്തതാ. അവരുടെ ആവശ്യം എന്താണെന്ന് തനിക്ക് അറിയണ്ടേ? എന്റെ ഭാര്യ വേദയെ അവർക്ക് വിട്ടുകൊടുക്കണം. അതിന് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ അവരുടെ ഉദ്ദേശം. ഞാനന്ന് ഒന്നും പറഞ്ഞില്ല. ഇന്ന് അയാൾ വന്ന് കുറെ സീനുണ്ടാക്കിയിട്ടാ പോയത്, എന്നെ വെല്ലുവിളിച്ചിട്ട്. അയാൾ ഒരു പ്രശ്നക്കാരനാ. ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും. അപ്പോഴേക്കും ശ്രീനി സാർ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ താൻ അവളെ വിട്ടുകൊടുക്കുവോ, തന്റെ ഭാര്യയെ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, സാറ് പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും. സാറ് പറയുന്നത് ഞാൻ അനുസരിക്കും. അപ്പോഴേക്കും ശ്രീനി സാർ പറയുന്നുണ്ട്, അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞാൽ താൻ എന്തും കേൾക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അവരുടെ ആവശ്യം നമ്മൾ അംഗീകരിക്കാൻ പോകുന്നില്ല. താൻ എന്താന്ന് വെച്ചാ ചെയ്. ഇത് കേട്ട് വിക്രം പറയുന്നു, ഞാനിപ്പോ വരാം സാർ. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ വിക്രം ശ്രീകാന്തിനെ കാണാനായിട്ട് വീട്ടിൽ പോവുക. ശ്രീകാന്ത് ദർശനെ കേസിന്റെ കാര്യവും പറഞ്ഞ് വീട്ടിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ആ സമയം വിക്രം അവിടേക്ക് വരുക. വിക്രമിനെ കണ്ടതും ശ്രീകാന്ത് പേടിയോടെ വിക്രമിനെ നോക്കണുണ്ട്. അപ്പോഴേക്കും വിക്രം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുക, ഓ വേദയുടെ ഭർത്താവ് ആകാനിരുന്ന ആളല്ലേ, നിങ്ങളും ചേർന്നിട്ടാണോ ഇതിനെല്ലാം സപ്പോർട്ട്? വേദ നിങ്ങൾക്ക് വേണമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. പക്ഷെ അത് നേരായ മാർഗത്തിലൂടെ. എന്നെ ശ്രീനി സാറ് വഴി സ്വാധീനിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അല്ല, നിങ്ങൾ എന്താ കരുതിയത് എല്ലാവരെയും അങ്ങ് വിലക്ക് വാങ്ങാന്നോ? ശ്രീനി സാറിനെ ആ കൂട്ടത്തിൽ കൂട്ടിയോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. എല്ലാരും കൂടെ പ്ലാൻ ചെയ്തോണ്ടിരുന്നോ? അവളെ സമ്മതത്തോടെ അവക്ക് നിങ്ങളെ കൊണ്ടുപോവാം. നിങ്ങൾ ബിസിനസിലും വളഞ്ഞ വഴി ജീവിതത്തിലും അങ്ങനെ തന്നെയാ. പക്ഷെ നിങ്ങളുടെ അനിയത്തിക്ക് നിങ്ങളുടെ സ്വഭാവം അല്ലല്ലോ, അത് ഇവിടത്തെ മുത്തശ്ശിയുടെ സ്വഭാവമായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇത് കേട്ട് ശ്രീകാന്തിന് ശരിക്കും ദേഷ്യം വരുന്നു. എന്നിട്ട് പറയുക, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഇത് കേട്ട് വിക്രം പറയുക, ഞാൻ പോവാൻ തന്നെ വന്നത്, അല്ലാതെ ഇവിടെ താമസിക്കാനല്ല. ഒരു കാര്യം ഓർത്തോ, ഇനി ഇങ്ങനത്തെ തരം താഴ്ന്ന പ്രവർത്തികൾ നിങ്ങളിൽ നിന്നുണ്ടായാൽ ഇങ്ങനെ ആയിരിക്കില്ല വിക്രം പെരുമാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവുക. ശ്രീകാന്ത് ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. ദർശന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.